ഹലോ മൈ ഡിയേഴ്സ് ഡേ ഞങ്ങൾ വീണ്ടും റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഞാനും മോളും അമ്മയും മേമ്മയുടെ മോളും മേമയും എല്ലാവരും റെഡി ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയച്ഛൻ വിളിച്ച് പറഞ്ഞു എന്തായാലും അമ്മയൊക്കെ വന്നതല്ലേ നമുക്കൊന്ന് പുറത്തൊക്കെ പോകാമെന്ന്. നമ്മളിവിടെ വീടെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയുടെ ഡെയിലി റൂട്ടീൻ കട വിട്ട വീട് വിട്ട കട അങ്ങനെയുള്ള ഒരു ഇതാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഒന്നും പോകാനായിട്ട് സ്ഥലം ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ഇത്തിരി കോയമ്പത്തൂർ തൃശ്ശൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോഴാണ് മൈൻഡൊന്ന് റിലാക്സായി പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് ചിരിക്കാനും കളിക്കാനും ഒന്ന് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ എല്ലാവർക്കും കൂടെ ഓട്ടോയിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അനിയൻ്റെ കൂടെ വണ്ടിയിൽ അങ്ങ് വന്നിട്ട് അപ്പോൾ നേരെ പോയത് ഹൈലൈറ്റ് മാളിലേക്കാണ്. അപ്പോൾ നമ്മൾ അവിടെ പോയി എന്ത് വാങ്ങിയാലും നമുക്ക് വാങ്ങാൻ പറ്റുമോ? അതൊന്നുമല്ല, നമുക്ക് കുറച്ച് നേരം വീട്ടിൽ നിന്നൊന്ന് പുറത്തൊക്കെ പോയി ഒന്ന് ഫുഡൊക്കെ കഴിച്ച് വന്നാൽ തന്നെ നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവും കേട്ടോ. എപ്പോഴെങ്കിലും 2 മാസത്തിലൊരിക്കലൊക്കെ ഒരു ഫിലിമൊക്കെ കാണുക. ഇപ്പോൾ എല്ലാ ആഴ്ചയ്ക്കും പോകണം അങ്ങനെയല്ല, എങ്കിലും നമുക്ക് ഇടയ്ക്ക് പുറത്തൊക്കെ പോകുമ്പോൾ നമ്മുടെ കുറച്ചധികം ടെൻഷൻസും കാര്യങ്ങളും ആ കുറച്ച് നേരത്തേക്കാണെങ്കിലും നമുക്കൊന്ന് മാറ്റി വയ്ക്കാനായിട്ട് പറ്റും. ഇപ്പോൾ വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ എന്നും നമ്മൾ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അതിന് പുറകെ ആയിരിക്കും. അത് നല്ലതാവാം, ചീത്തയാവാം, വരാനിരിക്കുന്നതാവാം, ചിലപ്പോൾ നമ്മളെ സംബന്ധിക്കുന്ന കാര്യമേ ആയിരിക്കില്ല. പക്ഷെ നമ്മളത് ചിന്തിച്ച് കൂട്ടി ഓവറായി ഡിപ്രഷനിലേക്ക് പോകാനും അതേപോലെ എനിക്ക് പിന്നെ എന്താണെന്ന് വെച്ചാൽ ലോ BP ആണ് ആവാറ്. അപ്പോൾ അതിലേക്ക് പോകാനൊക്കെയാണ് ചാൻസസ്. അപ്പോൾ എൻ്റെ മൈൻഡ് വേറെ എന്തിലെങ്കിലൊക്കെ ഞാൻ ഫോക്കസ് ചെയ്ത് അതിൻ്റെ ഇതിലേക്ക് ആക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. എങ്കിലും എനിക്ക് ഓവർ തിങ്കിങ് കുറച്ച് കൂടുതലാണ് കേട്ടോ. അതെത്ര ഞാൻ വേണ്ടെന്ന് വെക്കണമെന്ന് വെച്ചാലും എനിക്കതെന്തോ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ എൻ്റെ മൈൻഡൊന്ന് റിലാക്സ് ആക്കാനായിട്ട് തുടങ്ങിയതാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ. അങ്ങനെ വീഡിയോ എടുത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഭാവിയിലേക്കൊരു എന്താ പറയുക, നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടായാലോ എന്നൊക്കെ ചിന്തിച്ച് തന്നെയാണ് നമ്മൾ ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയത്. പക്ഷെ എവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ. അപ്പോൾ എത്തുമായിരിക്കുമല്ലേ, അങ്ങനെയുള്ളൊരു വിശ്വാസം. അങ്ങനെ എക്സലേറ്ററിൽ കയറുമ്പോൾ എൻ്റെ മോളെ ഇറക്കുന്നതും കയറ്റുന്നതൊക്കെ ആ ഡ്യൂട്ടി എൻ്റെ അനിയന് കൊടുത്തു കേട്ടോ. അങ്ങനെ ഓരോ എസ്കലേറ്റർ കയറാനും ഇറങ്ങാനൊക്കെ എൻ്റെ അനിയനാണ് എൻ്റെ മോളെ സഹായിച്ചത്. അങ്ങനെ ഞാനിതേ എല്ലായിടം ചുറ്റിക്കണ്ടു. ഞങ്ങളെല്ലാവരും അടുത്ത പ്ലേസിലേക്ക് പോവാണ്, വേറെ അങ്ങോട്ടല്ല, നമ്മുടെ വടക്കുന്നാഥൻ്റെ ഫ്രണ്ടിലേക്ക് തന്നെയാണ്. അങ്ങനെ വടക്കുന്നാഥൻ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് വന്ന് അങ്ങനെ ഒത്തിരി പേരുണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളും അവിടെ പോയി കുറേ നേരം അങ്ങിരുന്നു. അവിടെ ഇരുന്ന് സംസാരിക്കുകയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി കേട്ടോ. അങ്ങനെ ഫുഡ് ചപ്പാത്തിയും ഗ്രീൻ ബീൻസ് കറിയും ബീഫ് കറിയും ചിക്കൻ കറിയും പൊറോട്ടയൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുഡ് വന്നു. എന്നിട്ട് ഫുഡ് വന്നപ്പോൾ ചപ്പാത്തി നമ്മൾ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ചപ്പാത്തിയും പൊറോട്ടയും അങ്ങോട്ടും ഇങ്ങോട്ടും എണ്ണം മാറിപ്പോയിട്ടോ. എന്നിട്ട് വീണ്ടും അതിനെ കറക്റ്റാക്കി കൊണ്ടുവന്ന് ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചു. അങ്ങനെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോഫിയൊക്കെ കുടിച്ച് അങ്ങനെ വീടെത്തുമ്പോഴത്തേക്കും 12 കാലമായി. അപ്പോൾ ഇന്നത്തെ വീട്ടിലുള്ളൂ. ബൈ.